Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആദരവ് നൽകിയവരാണ് മുഅദ്ദിനീങ്ങൾ എന്നാണ്. നമ്മൾ കൊച്ചാക്കാൻ പാടില്ല. നമ്മളെ വാക്കുകൊണ്ട് ആ മുക്രിച്ചല്ലേ എന്ന് നമ്മൾ പറഞ്ഞു പോകരുത്. നമ്മൾ മോശമായ പണി ഏൽപ്പിക്കരുത്. ആദരവോടുകൂടെ കാണണം. ഇൽമ പഠിച്ച ആളുകൾ, അള്ളാഹിൻ്റെ പള്ളിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ആളുകൾ, ഹയ്യ അലൽ സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് 5 നേരം നീട്ടി വിളിക്കാൻ അള്ളാഹ് കൊടുത്തതാണ് ഭാഗ്യം. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലേ? മുത്തായ തങ്ങളെ പേര്, അള്ളാഹുവിൻ്റെ പേര്, ഇതല്ലേ അതിൽ മുഴുക്ക പറയുന്നത്? ഇതല്ലേ അതിൽ മുഴുക്ക പറയുന്നത്? ഹയ്യാല സ്വലയും ഹയ്യാലൽ ഫലയും മാറ്റിവെച്ചാൽ പിന്നെ മുഴുവനും അള്ളാഹുവും ലാ ഇലാഹ ഇല്ലല്ലാഹും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ അല്ലേ? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്തൊരു ആഴത്തിലുള്ള വർത്താനാണ്. അത് പറയാൻ കഴിയാത്തതുകൊണ്ടല്ലേ മുത്തുനബിന്റെ വഫാത്തിന് ശേഷം ഇനി മദീനത്ത് വാങ്ങൊടുക്കാൻ ബിലാൽ തങ്ങൾക്ക് കഴിയാതെ വന്നത്. ഇനി എനിക്ക് ശബ്ദം ഉയർത്താൻ കഴിയൂല, ഇനി അഷ്റഫുൽ ഖൽഖില്ലാത്ത മദീനയിൽ അവിടുത്തെ പേര് പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കാൻ ബിലാലിന് കഴിയുന്നില്ല റളിയല്ലാഹു അൻഹു. അതൊരു മഹബ്ബത്തിന്റെ ലോകാണ്, വേറെ വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. മുഅ്മിനെ പറഞ്ഞു വന്നത്, ഒരിക്കലും ഉമ്മമാരെ, പ്രത്യേകിച്ച് നിങ്ങളോട് വീട്ടിലെ ജോലി, മക്കളെ നോക്കല്, പല പണിന്റെ ഇടയിൽ വാങ്ങുമഴങ്ങും പള്ളിയെന്ന് ശ്രദ്ധിക്കാതെ ഗൗനിക്കാതെ വർത്താനം പറയരുത്, സംസാരിച്ചു പോകരുത്. മഹാനായ എത്രയോ ഔലിയാക്കള് സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ബാങ്കിനെ ബഹുമാനിച്ചതിന്റെ അടയാളപ്പെടുത്തലുകള്, നിന്ദിച്ചതിന് കിട്ടിയ പണിഷ്മെന്റുകള് ധാരാളം വായിക്കാൻ കഴിയും. ഹാറൂൺ റഷീദിന്റെ ഭാര്യയുണ്ട്. വീട്ടിൽ നല്ല പാട്ടുകാർ വന്നിട്ട് മുട്ടിയിട്ട് ഇങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ പാട്ട് പാടും. കൊട്ടാരത്തിൽ അങ്ങനൊക്കെ അല്ലേ, അവരെ സന്തോഷിപ്പിക്കാൻ പല ജാതി കാര്യങ്ങളുണ്ടാകും. തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട് പലരും, പല ഹുങ്കിന്റെയും പേരില്. അത് റമദാൻ കഴിഞ്ഞാലും പെരുന്നാൾ കഴിഞ്ഞാലും കല്യാണ രാവായാലും അള്ളാഹു കൊടുത്ത നിഅമത്തിനെ മതിമറന്നിട്ട് തോന്നിവാസങ്ങൾ പാടുന്നവരും പറയുന്നവരും ചെണ്ടമുട്ടുന്നവരും ഗാനമേള നടത്തുന്നവരും, അതേ പള്ളിന്റെ മുമ്പിലായാലും ബാക്കിലായാലും പള്ളിക്കാട്ടിന്റെ അടുത്തിലായാലും ഓർക്കൊരു മാറ്റമൊന്നുമില്ല, ബേജാറും ഉണ്ടാകൂല. അള്ള തന്ന പണാണ് എന്ന ബോധവും ഉണ്ടാവൂല. അറുമതിക്കന്നെ കടക്കട്ട മുട്ടും പാട്ടും. അയൽവാസിക്ക് ഉറങ്ങാൻ കഴിയുണ്ടോ? അത് വേറെ വിഷയം. നട്ടപ്പാതിരയക്കണോ? ഒരു ചർച്ചയുമില്ല. നല്ല ബുർദ നമ്മൾ ഇവിടെ കേട്ടല്ലോ, മാഷാ അല്ലാഹ്. അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലാണ്. കല്യാണ രാവിലെ നേരത്തെ തന്നെ ആർക്കും പ്രയാസമില്ലാതെ കുറച്ച് മദ്ഹ് ചൊല്ല, ബുദ്ധിമുട്ടില്ല. എന്തൊരു സന്തോഷായിരിക്കും ഇത്. ചിലർക്ക് അള്ളാഹു നിഅമത്ത് കൊടുക്കുമ്പോ, ഇന്നലെ വരെ ഒന്നും പ്രശ്നമില്ല, ദുബായിലൊക്കെ പോയി അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോ പിന്നെ അവന്റെ മോളെ കല്യാണം പഴയതുപോലെയല്ല, അവന്റെ ജീവിതം പഴയതുപോലെയല്ല. വെള്ളിയാഴ്ച രാവ് വന്നിന് സ്വലാത്തിന് സജീവായിരുന്നു, ഇപ്പൊ അവനെ കിട്ടാനില്ല, എല്ലാം മറന്നുപോയി, നിഅമത്തുനിന്ന് ദൂരെയായി പോയി. അള്ളാഹു കൊടുത്തപ്പോ പടച്ചോൻ അടുക്കേണ്ട എല്ലാ പ്രവർത്തനത്തിനും അള്ളാഹ് ദൂരത്താക്കി പോയി. മോനെ, നിന്റെ സമ്പത്ത് നിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് തന്നതല്ല, നിന്നെ പരീക്ഷിക്കാണ്. അള്ളാഹ് ചൂണ്ടയിടാണ്. ഒരു സമയത്ത് നിന്നെ പിടിച്ച് വലിക്കാനുണ്ട്, എപ്പോഴാണെന്നറിയൂല. ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തില് ഭയങ്കര പാട്ട്, നല്ല കൂത്താണ്. ഹാറൂൺ റഷീദിന്റെ ഭാര്യ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് വാങ്ങുമുഴങ്ങിയത്. പള്ളിയിൽ നിന്ന് വാങ്ങുമുഴങ്ങിയപ്പോ ആ പെണ്ണ് പറഞ്ഞു നിർത്താൻ. വാങ്ങു കൊടുക്കുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്തേ. അള്ളാഹുവിന് ഈ പറച്ചില് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. മരണശേഷം നല്ല സുഖസൗകര്യത്തില് പച്ചപ്പരവതാനിയില് ഭാര്യ കഴിയുന്നത് കാണുന്നു. എങ്ങനെ നേടി ഈ സ്ഥാനമെന്ന് ചോദ്യം. പറഞ്ഞു, അള്ളാന്റെ പേരുച്ചരിക്കുന്ന വാങ്ങില്ലേ, അത് മുഴങ്ങിയപ്പോ ഞാൻ അതിനെ ഒരു സമയത്ത് ബഹുമാനിച്ചിട്ട് പാട്ടും കൂത്തും നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആദരവ് കാരണം അള്ള എന്നെ ആദരിച്ചതാ. അള്ളാഹുവിനെ ആദരിച്ചോ, അവന്റെ ഇസ്മിനെ ആദരിച്ചോ. ബിശ്റുൽ ഹാഫി തങ്ങൾ എങ്ങനെയാ ഉയർന്നവരായത്, വലിയ സ്ഥാനത്തെത്തിയത്? നിലത്ത് വീണ് കിടന്ന റബ്ബിന്റെ ഇസ്മെടുത്തിട്ട് ഉള്ള കാശ് കൊണ്ട് അത്തർ വാങ്ങി പൂശിയിട്ട് ഉയർന്ന സ്ഥാനത്ത് വെച്ചതല്ലേ, അള്ള ഉയർത്തിയില്ലേ കൂട്ടുകാരാ? അതുകൊണ്ട് വാങ്ങുമുഴങ്ങും ഒന്ന് ഫോൺ കട്ട് ചെയ്യ്, നിന്റെ വീഡിയോ കാണലൊന്ന് സ്റ്റോപ്പ് ചെയ്യ്. എത്ര അർജന്റ് കോളാണെങ്കിലും 1 മിനിറ്റ് 2 മിനിറ്റ് വാങ്ങു
കൊടുക്കുന്നുണ്ട് എന്ന് പറയാനുള്ള ഈമാന് കാണിക്ക. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ഉയരുന്ന വാങ്കാണ് നമ്മുടെ ഈമാൻ. അത് സ്ഥിരപ്പെട്ട് കിട്ടാൻ കാരണമാകുന്ന അമലാണ്.